നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ സന്തോഷത്തിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ചില പഴയ ശീലങ്ങളാണെന്ന്? അപ്പോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് വളരെ രസകരമായ ഒരു പഴയ കഥ കേട്ടുനോക്കാം. അല്ലേ, ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. നമുക്ക് ചുറ്റും നോക്കിയാൽ ഒരുപക്ഷേ എല്ലാം നല്ലതായിരിക്കും. പക്ഷെ എന്നിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തൃപ്തിയില്ലായ്മ, ഒരു അതൃപ്തി. എന്തുകൊണ്ടാണിത് നമ്മളിങ്ങനെ വിട്ടുമാറാതെ പിന്തുടരുന്നത്? ഇതിന്റെ കാരണം നമുക്കൊന്ന് അന്വേഷിച്ചാലോ? പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ സന്തോഷം കെടുത്തുന്നത് പുറത്തുള്ള പ്രശ്നങ്ങളാണെന്ന്. പക്ഷെ സത്യം അതായിരിക്കണമെന്നില്ല. ചിലപ്പോ ആ തടസ്സം നമ്മുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാവും. നമ്മൾ അറിയാതെ നമ്മൾ കൊണ്ടു നടക്കുന്ന എന്തോ ഒന്ന്. അതെന്താണെന്നറിയണ്ടേ? നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഈ പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ഒരു പഴയ കഥാപുസ്തകത്തിലാണ്. സചിത്ര ബാലകഥകൾ എന്ന് പറയും. അതിലെ ഒരു കഥ ഒരുപക്ഷെ നമ്മുടെ ഈ ആശയക്കുഴപ്പങ്ങൾക്കെല്ലാം ഒരു താക്കോലായി മാറിയേക്കാം. അപ്പോ ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ രണ്ടുറുമ്പുകളാണ്. കേൾക്കുമ്പോ നിസ്സാരമായി തോന്നാം, അല്ലേ? പക്ഷേ ഇവര് ജീവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളിലാണ്. അതാണ് ഈ കഥയുടെ രസം. കഥ നടക്കുന്നത് വിന്ധ്യാചല പർവ്വതനിരകളിലാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ മലയുടെ ഒരറ്റത്ത് ഒരു പഞ്ചസാരയുടെ ഖനി. അവിടെയാണ് നമ്മുടെ ആദ്യത്തെ ഉറുമ്പ് താമസിക്കുന്നത്. ജീവിതം മുഴുവൻ മധുരം. ഇനി മലയുടെ മറ്റേ അറ്റത്ത് ഒരു ഉപ്പുഖനിയാണ്. അവിടെയാണ് രണ്ടാമത്തെ ഉറുമ്പിന്റെ താമസം. ജീവിതം മുഴുവൻ ഉപ്പുരസം. കണ്ടില്ലേ, എത്ര വ്യത്യസ്തമായ രണ്ട് ലോകങ്ങൾ! അപ്പോ ഈ കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത് ഒരു ക്ഷണത്തിലൂടെയാണ്. ആ ക്ഷണം സ്വീകരിച്ചു വരുന്ന അതിഥിയുടെ യാത്ര, അത് കുറച്ച് ആശയക്കുഴപ്പം നിറഞ്ഞതായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. നമ്മുടെ പഞ്ചസാര ഖനിയിലെ ഉറുമ്പുണ്ടല്ലോ, ആ നല്ല ഉറുമ്പ് അതിന്റെ കൂട്ടുകാരിയായ ഉപ്പുഖനിയിലെ ഉറുമ്പിനെ ക്ഷണിക്കുകയാണ്. നീ ഇങ്ങോട്ട് വാ, ഈ മധുരമൊന്ന് രുചിച്ചു നോക്ക്, നിന്റെ ജീവിതം തന്നെ മാറിപ്പോകും എന്ന്. നല്ല ഉദ്ദേശ്യം അല്ലേ? ആ സ്നേഹം കൊണ്ടാണ് വിളിച്ചത്. അങ്ങനെ അതിഥിയായി വന്ന ഉറുമ്പ് ഒരു ദിവസം മുഴുവൻ പഞ്ചസാര ഖനിയിൽ കഴിഞ്ഞു. എന്നിട്ടോ അവസാനം ദേഷ്യത്തോടെ പറഞ്ഞു, നീ എന്നെ പറ്റിച്ചല്ലേ, ഇവിടെയും എന്റെ വീട്ടിലെ അതേ ഉപ്പിന്റെ രുചി തന്നെയാണല്ലോ. ഒന്നാലോചിച്ചു നോക്കൂ, പഞ്ചസാരയുടെ ഖനിയിൽ മുഴുവൻ ഉപ്പ് രസം. ഇതെങ്ങനെ സംഭവിച്ചു? അവിടെയാണ് ഈ കഥയുടെ ഏറ്റവും വലിയ രഹസ്യം. ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത്. വളരെ ലളിതമായ, പക്ഷേ ആരും ചിന്തിക്കാത്തൊരു സത്യം അത് പുറത്തുവരാൻ പോവാണ്. അപ്പോ ആതിഥേയയായ ഉറുമ്പ് പറഞ്ഞു, സഹോദരി, പ്രശ്നം ഈ പഞ്ചസാരയ്ക്കല്ല. നീ വരുന്ന വഴിക്ക് വായിലൊരു ചെറിയ ഉപ്പിന്റെ കഷ്ണം വെച്ചിരുന്നില്ലേ? അതുകൊണ്ടാണ് നിനക്ക് ഈ മധുരം ആസ്വദിക്കാൻ പറ്റാഞ്ഞത്. കണ്ടോ, പുറത്തുള്ള മധുരത്തെ അറിയാൻ പറ്റാഞ്ഞതിന് കാരണം ഉള്ളിൽ കൊണ്ടുനടന്ന ആ ഉപ്പായിരുന്നു. അപ്പോ ഈ കഥ വെറുമൊരു ഉറുമ്പിന്റെ കഥയല്ല, അല്ലേ? ഈ കഥയിലെ ഉപ്പ് ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തില് എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്ക് നോക്കാം. ഈ ഉപ്പിന്റെ കഷ്ണമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ കുസംസ്കാരങ്ങളാണ്. എന്താണ് ഈ കുസംസ്കാരം? അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഉറച്ചുപോയ ചില ദുശ്ശീലങ്ങൾ, മുൻവിധികൾ, ചില പഴയ ചിന്താഗതികൾ. ഇവയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ മധുരം ആസ്വദിക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ആ ഒളിഞ്ഞിരിക്കുന്ന ഉപ്പ്. ശരി, അപ്പൊ ഈ ഉള്ളിലുള്ള ഉപ്പിനെ നമുക്ക് എങ്ങനെ എടുത്തുമാറ്റാം? സന്തോഷത്തിന്റെ യഥാർത്ഥ രുചി എങ്ങനെ അറിയാം? അതിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പഴയ കുസംസ്കാരങ്ങൾ ഉപേക്ഷിക്കാതെ ദൈവീകാനന്ദം അനുഭവിക്കാൻ സാധ്യമല്ല. വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിലെ ആ ഉപ്പുപേക്ഷിക്കാതെ ജീവിതം തരുന്ന യഥാർത്ഥ മധുരം നമുക്കൊരിക്കലും അറിയാൻ കഴിയില്ല. അത്രയുള്ളൂ കാര്യം. അപ്പൊ എന്തു ചെയ്യണം? ഇതിന് 3 വഴികളുണ്ട്. ഒന്നാമത്തത് തിരിച്ചറിയുക. എന്താണ് എന്റെ വായിലെ ഉപ്പെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. നമ്മുടെ ഏത് ശീലമാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്? 2, ഉപേക്ഷിക്കുക. അത് തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അതിനെ ഉപേക്ഷിക്കാൻ നമ്മൾ മനഃപൂർവ്വം ഒരു തീരുമാനമെടുക്കണം. മൂന്നാമത്തത് അനുഭവിക്കുക. ആ ഉപ്പ് കളഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുമുള്ള സന്തോഷത്തെ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ പോകുന്നതിനു മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ മധുരം ആസ്വദിക്കാൻ പറ്റാത്ത വിധത്തില് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അറിയാതെ കൊണ്ടുനടക്കുന്ന ആ ഉപ്പിന്റെ കഷ്ണം എന്തായിരിക്കും?